+2 പരീക്ഷ ശരിക്കും റദ്ദാക്കാൻ പോകുന്നോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ അതിന് ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അതൊരിക്കലും റദ്ദാക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളുടെ ടീച്ചറൊക്കെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ടീച്ചർ പറഞ്ഞ് ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നല്ല ചോദ്യങ്ങൾ, അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഇനി അത് ടഫ് ആവത്തേ ഉള്ളൂ. നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമോ എന്ന് വിചാരിച്ച് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് നേരം മെനക്കെടുക. അത് മെയിനായിട്ട് ചെയ്യുക. നല്ല രീതിയിൽ ടഫായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സാമിനെ നോക്കിക്കാണും, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു എക്സാം പാസ്സാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ റദ്ദാക്കുമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ഇനി റദ്ദാക്കാൻ പോകുന്നതൊന്നുമില്ല. അങ്ങനെ വല്ല ന്യൂസും കണ്ടാൽ അത് വിശ്വസിക്കേണ്ടതില്ല. അങ്ങനത്തെ ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതുമല്ല. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം കുറേയധികം പേര് മന്ത്രിമാരെയൊക്കെ അവരെയൊക്കെ ചാനലിലൊക്കെ പോയി, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഉപകാരപ്പെടുമെന്ന് വെച്ചാൽ അതൊന്നും ഉപകാരപ്പെടാൻ പോകുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അച്ചടിച്ചിറങ്ങി എല്ലാവരും എക്സാം എഴുതി ഇതൊക്കെ നടന്നു പോകുന്നതാണ്. അപ്പോഴത്തേനും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അടുത്ത എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക. അത് മെയിനായിട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളിങ്ങനെ എക്സാം റദ്ദാക്കുമെന്ന് പറഞ്ഞ് ഇരിക്കരുത് ഒരിക്കലും. അത് ഒരു മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മുമ്പത്തെ എക്സാം എഴുതാൻ പറ്റാത്തവർ കുറേ പേര്, കാരണം അത് നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ കോൺഫിഡൻസ് ഒക്കെ പോയിരിക്കുന്നവർ, കാരണം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ വലിയ ഒരു ജീവിതത്തിൽ എന്താ പറയുക, ചെറുതായിട്ട് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും നടക്കത്തില്ല. ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ചെറിയൊരു പാർട്ട് മാത്രമാണ്. ഇത് വലിയ കാര്യം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കും. അത് മെയിനായിട്ട് പേരൻസിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആരാണ്, സഹോദരനാണ്, ആരെ ഫ്രണ്ടാണ്, അവരുടെ അടുത്ത് സംസാരിക്കുക. എന്നാൽ അത് ആ ഒരു ടെൻഷൻ മാറും. എന്നിട്ട് അവർ നല്ല കോൺഫിഡൻസോടെ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ പേരൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഒരു SSLC ആ ഒരു കുട്ടികളുടെയൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണുന്നെങ്കിൽ അവരെ ഡിസ്കറേജ് ചെയ്യാതെ, അവരെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് അവരുടെ അടുത്ത് പറയുക നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെയാണ്, അടുത്ത എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ, അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്കത് വലിയൊരു കാര്യമായിരിക്കും. അല്ലാതെ അവരെ ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നതായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവരെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ അടുത്ത വരുന്ന എക്സാമൊക്കെ അവർ നല്ല ധൈര്യത്തോടെ പോയി എഴുതത്തുള്ളൂ. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയാണ്, അവരെ എന്താ പറയുക, എക്സാം എഴുതുന്ന കോൺഫിഡൻസ് പോലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇനി അടുത്ത എക്സാമോ കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. അവരെ മാനസികമായിട്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പം തന്നെ കുറേയധികം പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലായിട്ട് നിൽക്കുന്നതെന്ന്. ആ ഒരു കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല പഠിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുക, അടുത്ത എക്സാമിന് വേണ്ടി ഫുള്ളായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും, ആ ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഡൽ എക്സാം അങ്ങനെ ടഫായിരിക്കും എന്നറിഞ്ഞാൽ നിങ്ങൾ അതേ കണക്ക് തന്നെ പ്രിപ്പയർ ചെയ്തതിന് ആ ഒരു രീതിക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയേനെ. പക്ഷേ എന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയേനെ. പക്ഷേ ഇതിപ്പം എല്ലാവരും പറഞ്ഞ മോഡൽ എക്സാം ഒന്നും ആ രീതിയിൽ വന്നില്ല. അത് കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് തന്നെ, അത് നിങ്ങൾ പറയുന്നതിൽ ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കത് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നല്ല കോൺഫിഡൻസോടെ എന്ത് ചെയ്യുക, പോയി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എക്സാം ജയിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. സോ ഒട്ടും വൈകാതെ പഠിച്ചു തുടങ്ങുക.